സജിമോൻ ആൻ്റണി നമ്മളോടൊപ്പം US-ൽ നിന്ന് ചേരുന്നുണ്ട്. ഗുഡ് ഈവനിങ് സജിമോൻ ആൻ്റണി. ഗുഡ് മോർണിംഗ് എന്ന് പറയാം. അവിടെ ഇപ്പം അങ്ങ് അവിടെ രാവിലെയാണല്ലോ. യെസ് സജിമോൻ ആൻ്റണി. മനു, ഗുഡ് ഈവനിങ്. യുദ്ധം ഇന്ന് 4ാം ദിവസം കടക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേൽ വേഴ്സസ് ഇറാനിലേക്ക് വരുമ്പോഴത്തേക്കും ഏകദേശം 800ഓളം കാഷ്വാലിറ്റീസ് ആണ്, സിഗ്നിഫിക്കന്റ് കാഷ്വാലിറ്റീസ് വന്നിട്ടുണ്ട് ഇറാനിൽ. ഇതിൽ എനിക്ക് മുന്നിലുള്ള ഒരു വലിയ ചോദ്യം, ട്രംപിന്റെ സോഷ്യൽ മീഡിയയിൽ ട്രംപ് പറയുന്നു, അവരെന്നെ ചർച്ചകൾക്ക് വിളിക്കുന്നു, പക്ഷേ ഐ സെഡ് ഇറ്റ് ഈസ് ടു ലേറ്റ്, ഇത് കഴിഞ്ഞു, സമയം കഴിഞ്ഞു, ഇനി ചർച്ചകൾക്കൊന്നും ഒരു സ്കോപ്പുമില്ല എന്ന തരത്തിലുള്ളൊരു സന്ദേശമാണോ അത് നൽകുന്നത്? ഇനി ഫൈറ്റ് ടു ദ ഫിനിഷ് എന്ന തലത്തിൽ യുദ്ധം അവസാനിക്കുന്നത് വരെയുള്ള പോരാട്ടം എന്ന തരത്തിലാണോ? അതേസമയം ചൈന ഇപ്പോൾ അവരുടെ വിദേശകാര്യമന്ത്രി അടിയന്തരമായി ചർച്ചകൾ ആരംഭിക്കണം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് അവിടെ നിന്നുള്ള ഒരു മൂഡ്? ഇത് ചർച്ചകളിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ കംപ്ലീറ്റായി അടഞ്ഞു വന്നത് തന്നെയാണോ സജിമോൻ ആൻ്റണി? മനു, ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഇവിടെ നിന്ന് വരുന്നുണ്ട്, ഡിഫറൻസ് ആംഗിളും വരുന്നുണ്ട് ഇതിനകത്ത്. ഒരു തരത്തിൽ പറയുവാണെങ്കിൽ മുമ്പേ പറഞ്ഞു പോണെങ്കിൽ തന്നെ ചർച്ചകൾക്ക് ഒരു അവസരം കഴിഞ്ഞു പോയി എന്നുള്ള ഇത് വരുന്നുണ്ട്. അതൊരു സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ടാണ് എനിക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അമേരിക്കയും ഇസ്രായേലും എന്തുകൊണ്ട് ഇറാനിൽ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ആൻസർ ആയിരുന്നാലും 3 സ്ട്രാറ്റജിക് റീസൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ഇറാന്റെ ലീഡർഷിപ്പിനെ ഉന്മൂലനം ചെയ്യണം. 2, അവിടുത്തെ മിസൈലും ബാലിസ്റ്റിക് മിസൈലുകളും ന്യൂക്ലിയർ വെപ്പണുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നശിപ്പിക്കണം. 3ാമത്തേത് റെജീം ചേഞ്ച് എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞു വെച്ചിരുന്നത്. അപ്പൊ ഈ ഒബ്ജക്റ്റീവ്സ് ഇപ്പം അമേരിക്കയ്ക്ക് അല്ലെ ഇസ്രായേലിന് നേടാനായിട്ട് ഏറ്റവും നല്ലൊരു സമയമാണ് എന്ന് അമേരിക്ക ഇപ്പൊ കരുതുന്നില്ല. കാരണം ലീഡർഷിപ്പിലുള്ള 50-ലധികം ലീഡേഴ്സ്, ഇൻക്ലൂഡിംഗ് മിലിറ്ററി ലീഡേഴ്സ്, അയത്തുള്ള ഖമേനി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ സക്സസർ ഉൾപ്പെടെയുള്ള ആൾക്കാർ കൊല്ലപ്പെട്ടു. എങ്കിലും ആ ഒരു ലെവലിൽ കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു നിമിഷങ്ങളിൽ ഇവിടുന്നുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 2-3 ട്വീറ്റ്സ് ആണ്. ഒന്ന് പറയുന്നത് ദ ബിഗ് വൺ ഈസ് കമ്മിങ്, എ വേവ് ഓഫ് ബിഗ് വൺ ഈസ് കമ്മിങ് എന്നുള്ളതാണ്. വിച്ച് മീൻസ് ഇവിടെയുള്ള മിലിറ്ററി അനലിസ്റ്റ് പറയുന്നത് അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നത് അതിനെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ, ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളിൽ, ഡ്രോൺ സ്റ്റോക്ക് പൈൽസ് ഉണ്ട്, അവിടെയൊക്കെയുള്ള ഒരു ഹെവി ബോംബാർഡ്മെന്റ്സ് വേവ് അപ്പോൺ വേവ് ഉള്ള ക്യാമ്പയിനായിട്ട് വരും ഏത് നിമിഷവും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഓൾറെഡി ഇറാന്റെ നഥാൻസ് യുറേനിയം എൻറിച്ച്മെന്റിന്റെ ആ ഏരിയയിൽ ഓൾറെഡി അറ്റാക്ക് നടന്നതായിട്ട് ഇന്റർനാഷണൽ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പം അതിനിടയ്ക്ക് ചർച്ചയ്ക്ക് പോകുന്നതിനകത്ത് ഒരു സ്ട്രാറ്റജിക്കലി ഒരു അഡ്വാൻറ്റേജ് അമേരിക്കയും ഇറാനും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവർ വിചാരിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നേക്ക് പോകുന്നത് എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ അമേരിക്കയിൽ ഇവിടുന്ന് പറയുമ്പോൾ ഏകദേശം 14 രാജ്യങ്ങളിൽ നിന്നും അമേരിക്കൻ സിറ്റിസൺ ഉടനടി മാറാൻ സാധിച്ചില്ലെങ്കിൽ ഷെൽട്ടർ ഓൺ പ്ലേസ് എന്നുള്ളൊരു ഡയറക്ഷൻസ് ആണ് ഇവിടുന്ന് US ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം US എംബി സൗദിയിലും കുവൈറ്റിലുമുള്ള സൗദിയിലും ഇറാഖിലുമുള്ള US എംബസി കംപ്ലീറ്റ് ക്ലോസ് ഡൗൺ ചെയ്തിട്ടുണ്ട്. കാരണം ഇന്നലെ അവിടെ ഒരു മിസൈൽ സ്ട്രൈക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇതോടെ ചേർത്ത് പറയണം, US ആർമിയിലുള്ള 4 അല്ല 5 ആയിരുന്നതിൽ ഇന്ന് 6 പേര് ആണ് ടോട്ടൽ ഇതുവരെ കൊല്ലപ്പെട്ടത്. 18 പേര് വൂണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ചർച്ചയ്ക്ക് ഇപ്പോൾ ഒരു പ്രസക്തി ഉണ്ട് എന്ന് ഇവിടുന്ന് തോന്നുന്നില്ല. അതോടൊപ്പം അമേരിക്കൻ ജനത ഇതിനകത്ത് എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 60%, 59.5% ആൾക്കാർ അമേരിക്കൻസ് ഈ ഒരു യുദ്ധത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അവർ പറയുന്നത് പ്രീവിയസ് എക്സാമ്പിൾസ് കാണിച്ചുകൊണ്ട് ഇതിനു മുമ്പ് സിറിയയിൽ പോയിരുന്നു, ഇതിനു മുമ്പ് ലിബിയയിൽ പോയിരുന്നു, ഇതിനു മുമ്പ് അഫ്ഗാനിസ്ഥാൻ ഇറാഖിലൊക്കെ പോയത് ഒരു ബാക്ക് ഫയർ ആയിട്ടാണ് അമേരിക്കൻ ജനത ബൈ ആൻഡ് ലാർജ് മജോറിറ്റി ആയിട്ട് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബൂട്ട് ഓൺ ഗ്രൗണ്ടിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇവിടെയുള്ള വലിയൊരു ക്വസ്റ്റ്യൻ. ബൂട്ട് ഓൺ ഗ്രൗണ്ടിൽ പോവേണ്ട ഒരു ആവശ്യം വന്നാൽ പോകും എന്ന് ട്രംപും മിനിസ്റ്റർ ഓഫ് വാർ പീറ്റ് ഹെക്സത്തും പറയുന്നുണ്ട്. എങ്കിൽ പോലും അതിനെ ചലഞ്ച് ചെയ്യാനുള്ള ചില പ്രമേയങ്ങളും കാര്യങ്ങളും US കോൺഗ്രസിലേക്ക് വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് ഏതായാലും US കോൺഗ്രസിന്റെ അതായത് കോൺഗ്രസിന്റെ സെനറ്റിന്റെ സംയുക്ത യോഗത്തെ ട്രംപ് ആദ്യമായിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് വൈകുന്നേരമാണ് അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ സ്ഥിതിഗതികൾ വഷളാകുന്നുണ്ട്. അത് പറയുമ്പം വിത്ത് എ കോഷൻ, അതായത് 12 രാജ്യങ്ങളെ ഇറാൻ കൗണ്ടറായിട്ട് തിരിച്ച് ആക്രമിക്കുമ്പം പല ന്യൂസ് ഏജൻസികളും നാട്ടിൽ പരിഭ്രാന്തി വരുത്തുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ ഡയറക്റ്റ് അറ്റാക്കുകൾ വന്ന് ഹൺഡ്രഡ്സ് ഓഫ് ആൾക്കാർ ഈ പറഞ്ഞ ഗൾഫ് കൺട്രീസിൽ മരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കല്ല വരുന്നത്. അവർക്ക് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. മിസൈലുകളുടെയും മറ്റും അവശിഷ്ടങ്ങളാണ് അവർ ഡ്രോപ്പ് ആകുന്നത് മിക്കവാറും ഉള്ള ഹോട്ടലുകളിൽ അല്ലെങ്കിൽ എയർപോർട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആളപായമില്ല, എന്നെ ആളുകൾക്ക് കഷ്ടപ്പാടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്തത് പറയാനുള്ളത് വലിയ ചോദ്യം, ഈ ആക്രമണത്തിന്റെ
ഒരുപക്ഷെ ആളും അർത്ഥവും ആയുധവും ഒക്കെ അമേരിക്കയിൽ നിന്ന് പോകുന്നുണ്ടാകും. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതിൽ ഒരുപക്ഷെ അമേരിക്ക ഏറ്റവും പുറകിലാണ്. ഏറ്റവും കൂടുതൽ വരുന്നത് GCC രാജ്യങ്ങളിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അവിടെ പലയിടങ്ങളിലും ആളുകൾക്ക് പ്രശ്നമുണ്ടായിരിക്കുന്നു. അവരുടെ ഗതാഗത സംവിധാനങ്ങൾ പലതും ബാധിക്കപ്പെട്ടിരിക്കുന്നു. വിമാനങ്ങൾ സർവീസുകൾ നടത്തുന്നില്ല. ഇസ്രയേലിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇസ്രയേലിൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവിടുത്തെ എമർജൻസി സർവീസ് വ്യക്തമാക്കുന്നത് അവിടെ 3 scenes ഇൻ സെൻട്രൽ ഇസ്രയേൽ അവിടെ അറ്റാക്ക് നടന്നിരിക്കുന്നു. അവിടെ ഈ MDA പാരാമെഡിക്സ് EMT ഒക്കെ പ്രൊവൈഡിങ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ടു 7 ഇഞ്ചേർഡ് പീപ്പിൾ. അപ്പോൾ അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആക്രമണം നടന്നതിൻ്റെ സ്ഥിരീകരണം വന്നു. സെൻട്രൽ ഇസ്രയേലിലാണ് ഒരു മിസൈൽ വന്ന് പതിച്ചിരിക്കുന്നത്. 7 പേർക്ക് അത് അപകടം സംഭവിച്ചിരിക്കുന്നത്. അതിലൊരു സ്ത്രീയുണ്ട് 40-കാരി എന്നൊക്കെ അവർ പറയുന്നു. അപ്പോൾ ഇസ്രയേലിലേക്കും ആക്രമണം നടക്കുന്നുണ്ട് എന്നത് ഒരു വശത്ത് നിൽക്കുന്നു. ക്രൂഡ് ഓയിൽ പ്രൈസ് അതിഭീമമായി വർദ്ധിക്കുന്നതിൻ്റെ കണക്കുകൾ വരുന്നു. US ഫീച്ചേഴ്സ് US-ന് ഇവിടെ അമേരിക്കയ്ക്ക് ആകെ ബാധിക്കപ്പെടുന്നത് അവരുടെ സാമ്പത്തിക ചിലവ് ഒരു വശത്ത് അവർക്ക് ഈ യുദ്ധത്തിന് ചിലവാകുന്നുണ്ട്. അവരുടെ സ്റ്റോക്ക് ഒരുപക്ഷെ അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റും ഇത് അവിടെ വീഴുന്നു. അപ്പോൾ ഡോ ജോൺസിൻ്റെ ഇൻഡസ്ട്രിയൽ ആവറേജ് ഫോളിംഗ് എന്ന് പറയുന്നത് 1.7% ആണ്. ഒപ്പം അവിടെ S&P 500-ഉം ഡോ ജോൺസും എല്ലാം ആവറേജ് ഫോളിംഗ് താഴേക്കാണ് വീഴുന്നത്. US ക്രൂഡ് 8.6% ഉയരത്തിലേക്ക് കുതിക്കുന്നു. വിച്ച് മീൻസ് $76.36 എ ബാരൽ എന്ന നിലയ്ക്ക്, അതായത് ഒരു ബാരലിന് 77.36 എന്ന ഡോളറിൽ എന്ന ബെഞ്ച് മാർക്കിലേക്ക് നേടുന്നു. ഗ്യാസ് പ്രൈസ് നേരത്തെ തന്നെ കൂടിയിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഇത്തരം പ്രശ്നങ്ങളാണ് അമേരിക്ക നേരിടുന്നത്. പക്ഷേ ഈ ആളപായം എന്നത് ഏറ്റവും ക്രൂഷ്യലായി ബാധിക്കുന്നത് മിഡിൽ ഈസ്റ്റിനെയാണ്, ഇസ്രയേലിനെയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ പെട്ടെന്ന് പരിഹരിക്കണം എന്നൊരാവശ്യം ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഉണ്ടാകില്ലായിരിക്കും. പക്ഷേ ഇത് പുറത്തുള്ള ആളുകളാണ് ഇതിൻ്റെ പ്രധാനമായ പ്രതിസന്ധി നേരിടുന്നത് എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നില്ലേ ഡോക്ടർ സജിമോൻ ആന്റണി? മനു, തീർച്ചയായിട്ടും ഒരു യുദ്ധവും ലോകത്ത് ഇതുവരെ സമാധാനം കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ എന്തുകൊണ്ട് യുദ്ധത്തിന് പോകുന്നു എന്നുള്ളത് അതത് കാലങ്ങളിലെ അഡ്മിനിസ്ട്രേഷന്, ലീഡേഴ്സ്, വേൾഡ് ലീഡേഴ്സിന്റെ ഓരോ തീരുമാനങ്ങളാണത്. ഒന്ന്. രണ്ടാമത്തേത്, ഓരോ യുദ്ധവും കൊണ്ടുവരുന്നത് സമാധാനം അല്ലെങ്കിൽ പിന്നെ എന്താണ് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാണിജ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇക്കണോമിക് ഡിസാസ്റ്റർ ആണ് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും ഗൾഫ് കൺട്രീസിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു പരിധി വരെ അമേരിക്കക്കാർക്ക് പെട്രോളിനും ഗ്യാസിനും ഒക്കെ വില കൂടി അങ്ങനെയുള്ളൊരു ഇമ്പാക്ട് ഇവിടെ വന്നേക്കാം. മിലിറ്ററിക്കലി ഡെത്തിന്റെ കാര്യങ്ങളിൽ അമേരിക്ക ഭയങ്കര സെൻസിറ്റീവ് ആണ്. കാരണം എവിടെയെങ്കിലും യുദ്ധത്തിന് വെളിയിൽ പോയിട്ട് 1, 2, 3 ആൾക്കാർ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമേരിക്ക അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഓൾറെഡി ഇവിടെ ബംഗാസിയുമായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങി. ബംഗാസിയിൽ അന്ന് സമയത്ത് ഒരു അറ്റാക്ക് സമയത്ത് ക്ലിയറിലുള്ള വലിയൊരു ആക്ഷേപം വന്നിരുന്നത് 2016 ഇലക്ഷന് ട്രംപ് ജയിക്കാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് അന്ന് 4 അമേരിക്കൻ സൈനികർ അല്ലെങ്കിൽ മിലിറ്ററി ആൾക്കാർ, കോൺട്രാക്ടേഴ്സ് മരണപ്പെട്ടു അല്ലെ കൊല്ലപ്പെട്ടു എന്നുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനത ഉറ്റുനോക്കുന്നത്, ഇവിടുത്തെ ഭരണകൂടത്തിന്റെ എതിരഭിപ്രായമുള്ള ആൾക്കാരെ ഉറ്റുനോക്കുന്നത് ഡെത്തുകൾ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ, ഇക്കണോമിയെ നമ്മൾ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും മനു പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഗൾഫ് കൺട്രീസിലാണ് ഇതിന്റെ ഒരു ഡയറക്റ്റ് റിസീവേഴ്സ് എന്ന് പറയുന്ന കാര്യത്തിൽ സംശയമില്ല. ആളപായങ്ങൾക്ക് മാത്രമല്ല ഇക്കണോമിക്കൽ കാര്യങ്ങൾക്കും ഓവറോൾ സമാധാനത്തിന് പോലും അവിടെ ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം ഈക്വലി ചേർത്ത് പറയാനുള്ളത് നമ്മൾ പ്രദാനം ചെയ്യുന്ന നമ്മുടെ മലയാളികളാണ്, നമ്മുടെ ഇന്ത്യക്കാരാണ്. കാരണം ഗൾഫ് മേഖലയിലുള്ള പോപ്പുലേഷന്റെ ഒരു മജോറിറ്റി അല്ലെങ്കിൽ ഒരു വലിയൊരു സംഖ്യയിൽ നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിലുള്ള ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും ഒത്തിരിയധികം ബുദ്ധിമുട്ട് ഇത് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് തന്നെയാണെങ്കിൽ ഏതാനും മിനിറ്റുകൾക്കകം എനിക്ക് ഉള്ള നീസ്, കസിൻസ് അല്ല ഫ്രണ്ട്സിനുമായിട്ട് അബുദാബി, ദുബായ്, ഖത്തർ എന്നുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചിരുന്നു എന്താണ് അവിടുത്തെ സ്ഥിതിഗതി എന്നൊരു ഡയറക്റ്റ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷന് വേണ്ടിയിട്ട്. അപ്പൊ അവരെല്ലാവരും പറഞ്ഞത് ഒരു കാര്യമാണ്, ഡയറക്റ്റ് ഇമ്പാക്ട് ആളപായമായിട്ട് വരുന്നില്ല, എന്നാൽ രാത്രിയിൽ മുഴുവൻ ഈ സൈറൻ മുഴങ്ങുന്നത് കേൾക്കാം. അതുകൊണ്ട് ഞങ്ങൾ ഭീതിയിലാണ്. ഡേ ടു ഡേ വർക്കിനെ അത് ഒരു പരിധിവരെ ഇമ്പാക്ട് ചെയ്യുന്നില്ല. എന്നാൽ യാത്രകൾ തടസ്സപ്പെടുന്നു, പ്ലാനുകൾ തടസ്സപ്പെടുന്നു, സ്കൂള് കോളേജ് തടസ്സപ്പെടുന്നു, എഡ്യൂക്കേഷന്റെ എക്സാമുകൾ, മറ്റു കാര്യങ്ങൾ തടസ്സപ്പെടുന്നു. അപ്പൊ മൊത്തത്തിലാകെ ആ ഒരു റീജിയനിൽ ഭീതിയിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.